ഈ സെക്ഷനിൽ നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത് സൈക്ലോട്ടോമിക് എക്സ്റ്റൻഷനെ കുറിച്ചാണ് കേട്ടോ. സൈക്ലോട്ടോമിക് എക്സ്റ്റൻഷൻ. അപ്പോൾ നമ്മളുടെ എക്സ്റ്റൻഷൻസ് ഒക്കെ ഏകദേശം തീരാറായി. സൈക്ലോട്ടോമിക് എക്സ്റ്റൻഷനാണ് ഏറ്റവും ലാസ്റ്റ് വരുന്നതെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ സൈക്ലോട്ടോമിക് എക്സ്റ്റൻഷൻ, അപ്പോൾ എപ്പോഴാണ് ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് എഫ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ എടുക്കുന്ന പോലെ എഫ് ഒരു ഫീൽഡ് എടുത്തു, അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് ഇ എടുക്കുകയാണ്. ഇ എന്ന് പറയുന്ന സൈക്ലോട്ടോമിക് എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആവണമെങ്കിൽ ഈസ് എ സൈക്ലോട്ടോമിക് എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആവണമെങ്കിൽ ഇ എന്ന് പറയുന്ന ആള് സ്പ്ലിറ്റിംഗ് ഫീൽഡ്. ഇവിടെ ഒരു കാര്യം കൂടെ പറയണം, nth സൈക്ലോട്ടോമിക് എക്സ്റ്റൻഷൻ. nth അതെന്തിനാന്നുള്ളത് ഇപ്പൊ പറയുമ്പോൾ മനസ്സിലാവും. ഇ എന്ന് പറയുന്നത് nth സൈക്ലോട്ടോമിക് എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആവണമെങ്കിൽ ഈസ് ദി സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് ദി പോളിനോമിയൽ എക്സ് റേസ് ടു n മൈനസ് 1 ഓവർ എഫ് ആവണം. അപ്പോൾ nth സൈക്ലോട്ടോമിക് എക്സ്റ്റൻഷൻ ആവണമെങ്കിൽ എഫിന്റെ എന്ത് കൺസിഡർ ചെയ്താൽ മതി? സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് എഫ് ഏത് പോളിനോമിയലിന്റെ എക്സ് റേസ് ടു n മൈനസ് 1 കിട്ടിയോ? അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ എല്ലാം സ്പ്ലിറ്റിംഗ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അല്ലേ? എന്താ? ഇറ്റ് ഈസ് ദി സ്മോളസ്റ്റ് ഫീൽഡ് കണ്ടെയ്നിങ്. നമ്മളിപ്പോൾ ഏതിൻ്റെയാണോ സ്പ്ലിറ്റിംഗ് ഫീൽഡ് പറയുന്നത്, എഫിന് ഒരു സ്പ്ലിറ്റിംഗ് ഫീൽഡ് പറയുകയാണെങ്കിൽ ഇ എന്ന് പറയുന്ന സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓവർ എഫ് ആവണമെങ്കിൽ ഈസ് ദി സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് സം കളക്ഷൻ ഓഫ് പോളിനോമിയൽസ് ഇൻ എഫ് ഓഫ് എക്സ് ആവണം. അതായത് ഇറ്റ് ഈസ് ദി സ്മോളസ്റ്റ് ഫീൽഡ് കണ്ടെയ്നിങ് എഫ് ആൻഡ് ഓൾ ദി സീറോസ് ഓഫ് ദി പോളിനോമിയൽ ഇൻ ദാറ്റ് കളക്ഷൻ അല്ലേ? അപ്പം നമ്മളിവിടെ ചെയ്യുന്നത്, നമ്മളെടുക്കുന്ന പോളിനോമിയൽ നോക്കൂ. ഈ പോളിനോമിയലിന്റെ പ്രത്യേകത, അത് പോളിനോമിയൽ ഇക്വേഷൻ ആയിട്ട് എഴുതുന്ന സമയത്തിൽ ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് ഈ സൈക്ലോട്ടോമിക് എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന സമയത്തിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീൽഡിനോട് കൂടെ nth റൂട്ട്സ് ഓഫ് യൂണിറ്റികൾ, ഇപ്പോൾ എന്താണ് സെക്കൻഡ് സൈക്ലോട്ടോമിക് എക്സ്റ്റൻഷൻ ആണോ പറയുന്നതെങ്കിൽ സെക്കൻഡ് റൂട്ട്സ് ഓഫ് യൂണിറ്റി ആ തന്നിട്ടുള്ള ഫീൽഡിനോട് കൂടെ ചേർത്ത് വയ്ക്കുക, അതും കൂടെ ചേർക്കുക ഫീൽഡിനകത്ത്, എന്നിട്ടൊരു ഫീൽഡ് ആക്കുക. അതാണല്ലോ സ്പ്ലിറ്റിംഗ് ഫീൽഡ്. അപ്പോൾ nth റൂട്ട്സ് ഓഫ് യൂണിറ്റിയും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മളൊരു എക്സ്റ്റൻഷൻ ഫീൽഡ് നമുക്ക് തരുന്ന ഫീൽഡിനെ കൺസ്ട്രക്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതാണ് സൈക്ലോട്ടോമിക് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഞാനിപ്പോൾ എടുക്കുന്ന ഫീൽഡ് ക്യൂ ആണെന്ന് വിചാരിക്കുക. സെക്കൻഡ് സൈക്ലോട്ടോമിക് എക്സ്റ്റൻഷൻ ഓഫ് ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദി സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് ദിസ് പോളിനോമിയൽ. സെക്കൻഡ് സൈക്ലോട്ടോമിക് എക്സ്റ്റൻഷൻ ഓഫ് ക്യൂ. ഇതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ സീറോസ് പ്ലസ് ഓർ മൈനസ് 1 അല്ലേ? അപ്പോൾ ക്യൂ ഓഫ് പ്ലസ് ഓർ ക്യൂ തന്നെയാണ് അല്ലേ? അപ്പോൾ സെക്കൻഡ് സൈക്ലോട്ടോമിക് എക്സ്റ്റൻഷൻ ഓഫ് ക്യൂ എന്ന് പറഞ്ഞാൽ ക്യൂ തന്നെയാണ്. കിട്ടിയോ? അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോന്നും പറയാം. ഇപ്പോൾ തേർഡ് സൈക്ലോട്ടോമിക് എക്സ്റ്റൻഷൻ ഓഫ് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് എക്സ് ക്യൂ മൈനസ് 1 ഓവർ ക്യൂ. കിട്ടിയോ? അപ്പം അങ്ങനെ നമുക്ക് സൈക്ലോട്ടോമിക് എക്സ്റ്റൻഷൻസ് ഓരോ ഫീൽഡിനും പറയാൻ പറ്റും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സൈക്ലോട്ടോമിക് എക്സ്റ്റൻഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് വരുന്നൊരു ടേമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് സൈക്ലോട്ടോമിക് പോളിനോമിയൽ. സൈക്ലോട്ടോമിക് പോളിനോമിയൽ, അപ്പോൾ പേരിൽ തന്നെ ഉണ്ട് അതൊരു പോളിനോമിയൽ ആണെന്നുള്ളത്. നമ്മൾ ഈ പോളിനോമിയലിനെ ഡിനോട്ട് ചെയ്യുന്നത് nth സൈക്ലോട്ടോമിക് പോളിനോമിയൽ ഡിനോട്ട് ചെയ്യുന്നത് നോക്കൂ, ക്യാപിറ്റൽ ലെറ്റർ ഫൈ n ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഐ ഈസ് ഈക്വൽ ടു 1 to ഫൈ ഓഫ് n. ഈ ഫൈ വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് ഓയിലർ ഫൈ ഫംഗ്ഷനാണ്, ഇത് ഓയിലർ ഫൈ ഫംഗ്ഷൻ എക്സ് മൈനസ് ആൽഫ ഐ. ഈ ആൽഫ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിമിറ്റീവ് nth റൂട്ട്സ് ഓഫ് യൂണിറ്റി. പ്രിമിറ്റീവ് nth റൂട്ട്സ് ഓഫ് യൂണിറ്റി. കിട്ടിയോ? അപ്പോൾ ഈ ഓയിലർ ഫൈ ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഫൈ ഓഫ് എൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? അത് രണ്ടും നൊട്ടേഷൻ സിമ്പൽ ശ്രദ്ധിക്കണം കേട്ടോ. ഫൈ ഓഫ് എൻ ഇസ് ഈക്വൽ ടു n ഇൻറ്റു പ്രോഡക്റ്റ് പി ഡിവൈഡ്സ് n 1 മൈനസ് 1 ബൈ പി അല്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ nth സൈക്ലോട്ടോമിക് പോളിനോമിയൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്താ? ഫൈ ഓഫ് n. ഈ nth സൈക്ലോട്ടോമിക് പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈ ഓഫ് n. ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിമിറ്റീവ് nth റൂട്ട്സ് ഓഫ്
യൂണിറ്റി. എന്താണ് പ്രിമിറ്റീവ് nth റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇപ്പോൾ ആൽഫ എന്ന് പറയുന്ന പ്രിമിറ്റീവ് nth റൂട്ട് ഓഫ് യൂണിറ്റി ആവണമെങ്കിൽ എന്താ കണ്ടീഷൻ? ആൽഫ റേസ് ടു n 1 ആവണം അല്ലേ? പക്ഷേ ആൽഫ റേസ് ടു m നോട്ട് ഈക്വൽ ടു 1 ഫോർ m ലെസ് ദാൻ n. കിട്ടിയോ? അപ്പം നമ്മളിപ്പോൾ nth റൂട്ട്സ് ഓഫ് യൂണിറ്റികളുടെ nth റൂട്ട്സ് 1 ഒമേഗ ഒമേഗ സ്ക്വയർ എക്സ് അങ്ങനെയാണല്ലോ. nth റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്താണ്? ഈ nth റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് 2k പൈ ബൈ n പ്ലസ് ഐ സൈൻ 2k പൈ ബൈ n എക്സ് റേസ് ടു n മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണല്ലോ nth റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്ന് പറയുമ്പോൾ. അതെങ്ങനെ കിട്ടുക? സൊല്യൂഷൻസ് എങ്ങനെ കിട്ടുക? n സീറോസ് ഉണ്ടാവും, n സൊല്യൂഷൻസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇതാണ് ഇതിൽ 1 കൊടുക്കുമ്പോൾ കെക്ക് 1 0 ലെസ് ദൻ ഓർ ഈക്വൽ ടു കെ, അല്ലെങ്കിൽ വേണ്ട കെ ഈസ് ഈക്വൽ ടു 0 1 2 3 അപ് ടു n മൈനസ് 1 വരെ അല്ലേ കൊടുക്കാറ്? അങ്ങനെയല്ലേ nth റൂട്ട്സ് ഓഫ് യൂണിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക? കെ ഈസ് ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ നമുക്കൊരു പ്രിമിറ്റീവ് ഒമേഗ കിട്ടും. ഒമേഗ എന്ന് പറഞ്ഞാൽ പ്രിമിറ്റീവ് nth റൂട്ട് ഓഫ് യൂണിറ്റിയാണ്. ഇതൊരു ഗ്രൂപ്പാണെന്ന് അറിയാലോ നിങ്ങൾക്ക്. ഇതൊരു ഗ്രൂപ്പാണ്, ഇതൊരു സൈക്ലിക് ഗ്രൂപ്പാണ്. ഈ സൈക്ലിക് ഗ്രൂപ്പിൻ്റെ ജനറേറ്റേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? പ്രിമിറ്റീവ് nth റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത്. ഇത് nth റൂട്ട് ഓഫ് യൂണിറ്റികളുടെ കളക്ഷൻ. ഇതിൽ ഒമേഗ എന്ന് പറഞ്ഞാൽ ഒരു ജനറേറ്റർ ആണെന്നറിയാം. ഒമേഗ എന്ന് പറയുന്നത് കെ ഈസ് ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ കിട്ടുന്ന ആളാണ്. ഒമേഗയെ കൂടാതെ നിങ്ങൾക്കറിയാം ഒരു സൈക്ലിക് ഗ്രൂപ്പിന് ഒരു ജനറേറ്റർ മാത്രമല്ല അല്ലേ, ഒന്നിലധികം ജനറേറ്റേഴ്സ് ഉണ്ടാവാം. അപ്പോൾ ബാക്കി ജനറേറ്റേഴ്സ് എന്ന് പറയുന്നത് സം ഒമേഗ റേസ് ടു ആർ എന്നുള്ള ഫോമിലായിരിക്കും. ഈ ആർ എങ്ങനെയായിരിക്കും? ജി സി ഡി ഓഫ് ആർ കോമ n ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. nth റൂട്ട്സ് ഓഫ് യൂണിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് കോസ് 2k പൈ ബൈ n പ്ലസ് ഐ സൈൻ 2k പൈ ബൈ n കെ ഈസ് ഈക്വൽ ടു 0 1 2 3 അപ് ടു n മൈനസ് 1 വരെ കൊടുക്കുന്നു. അതായത് n ആളുകളാണല്ലോ വരുന്നത്. ഇനി nth റൂട്ട്സ് ഓഫ് യൂണിറ്റുകളുടെ കളക്ഷൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് വിത്ത് റെസ്പെക്ട് ടു മൾട്ടിപ്ലിക്കേഷൻ. ഇറ്റ് ഇസ് എ സൈക്ലിക് ഗ്രൂപ്പ്. ഓക്കെ, ആൻഡ് ദി ജനറേറ്റർ ഓഫ് ദാറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താ? ഒമേഗയാണ്. കെ ഈസ് ഈക്വൽ ടു 1 കൊടുക്കുമ്പോഴാണ് ഒമേഗ കിട്ടുക. അപ്പോൾ ആ സൈക്ലിക് ഗ്രൂപ്പിന്റെ ജനറേറ്റേഴ്സിനെയാണ് നമ്മൾ പ്രിമിറ്റീവ് nth റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്ന് പറയുക. അതുപോലെ ഇവിടെ 1 പ്ലസ് ഒമേഗ പ്ലസ് nth റൂട്ട് ഓഫ് യൂണിറ്റുകളുടെ സമ്മ എന്തായിരിക്കും? nth റൂട്ട് ഓഫ് യൂണിറ്റുകളുടെ സമ്മ എന്തായിരിക്കും? ഇപ്പോൾ 4th റൂട്ട്സ് ഓഫ് യൂണിറ്റി എടുത്തോന്ന് വിചാരിക്കുക. 4th റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? 4th റൂട്ട്സ് ഓഫ് യൂണിറ്റി ആരൊക്കെയാണ്? ഇവരുടെ സമ്മ എന്താ? സം എന്താണ് അല്ലേ? അപ്പോൾ അത് ആലോചിക്കണം. nth റൂട്ട്സ് ഓഫ് യൂണിറ്റുകളുടെ സം എന്താന്നുള്ളത് ആലോചിക്കണം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇനി അടുത്ത് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ബേസ് ചെയ്തിട്ട് വളരെ അപ്പോൾ ഈ പോളിനോമിയൽ nth സൈക്ലോട്ടോമിക് പോളിനോമിയൽ അതിന്റെ ഡിഗ്രി എന്താന്ന് പറഞ്ഞു. ഈ പോളിനോമിയൽ എന്ന് പറയുന്നത് ഈ പോളിനോമിയൽ എങ്ങനെ വരുന്നത്? എക്സ് മൈനസ് ആൽഫ 1 ഇൻറ്റു എക്സ് മൈനസ് ആൽഫ 2 അങ്ങനെയല്ലേ പോകുന്നത്? ആൽഫ 1 ആൽഫ 2 പ്രിമിറ്റീവ് nth റൂട്ട്സ് ഓഫ് യൂണിറ്റി അല്ലേ? അതായത് ഇപ്പോൾ എക്സ് റേസ് ടു n മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ പോളിനോമിയൽ ഇക്വേഷന്റെ സൊല്യൂഷനാണ് നമ്മളുടെ nth റൂട്ട്സ് ഓഫ് യൂണിറ്റികൾ. അതിൽ കുറച്ച് ആളുകൾ പ്രിമിറ്റീവ് nth റൂട്ട്സ് ഓഫ് യൂണിറ്റി ആയിട്ട് മാറും അല്ലേ? അപ്പോൾ ആക്ച്വലി ഈ പോളിനോമിയൽ എന്ന് പറഞ്ഞാലേ ഇതിൽ പ്രിമിറ്റീവ് nth റൂട്ട്സ് ഓഫ് യൂണിറ്റി യൂസ് ചെയ്തിട്ടല്ലേ ഇവിടെ ഫാക്ടേഴ്സ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. സോ nth സൈക്ലോട്ടോമിക് പോളിനോമിയൽ ഈസ് എ ഡിവൈസർ ഓഫ് ദിസ് പോളിനോമിയൽ അല്ലേ? ഇതിന്റെ സീറോസ് ആണല്ലോ ഈ ആളുകളെല്ലാം. പ്രിമിറ്റീവ് ഇത് കൂടാണ്ട് വേറെ സീറോസ് വരുന്നുണ്ട്, പക്ഷെ ഇതെല്ലാം സീറോസ് ആണല്ലോ. അപ്പോൾ ഇതെല്ലാം ഫാക്ടേഴ്സ് ആണ് ഇതിന്റെ. സോ ദിസ് പോളിനോമിയൽ അങ്ങനെയുള്ള ഫാക്ടേഴ്സിന്റെ പ്രോഡക്റ്റ് ആണ് ഇത്. സോ ദിസ് ഇസ് എ ഡിവൈസർ ഫോർ ദിസ് പോളിനോമിയൽ. എക്സ് റേസ് ടു n മൈനസ് 1ന്റെ ഒരു ഡിവൈസർ ആണ് ഫൈ n ഓഫ് എക്സ്. കിട്ടിയോ? അപ്പോൾ അത് കിട്ടി. ഇനി നമുക്ക് പറയാൻ പോകുന്നത്, നിങ്ങൾ നേരത്തെ ഫസ്റ്റ് സെമ്മില് ഐൻസ്റ്റീൻ ക്രൈറ്റീരിയ എന്നൊക്കെ പറയുന്ന സമയത്തിൽ പീത്ത് സൈക്ലോട്ടോമിക് പോളിനോമിയൽ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പി എന്ന് പറയുന്ന ഒരു പ്രൈം ആണെങ്കിൽ പീത്ത് സൈക്ലോട്ടോമിക് പോളിനോമിയൽ അതെന്തായിരുന്നു? ഇറെഡ്യൂസിബിൾ ഓവർ ക്യൂ അല്ലേ? അപ്പോൾ ഫൈ n ഓഫ് എക്സ് എന്ന് പറയുന്ന ആൾ നമുക്ക് ജനറലായിട്ട് നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇറെഡ്യൂസിബിൾ
ഓവർ ക്യൂ ആണ്. കിട്ടിയോ? പക്ഷെ അത് സെറ്റ് പി എന്ന് പറയുന്ന ഫീൽഡിലോട്ട് വരുന്ന സമയത്ത് അവിടെ പറയാൻ പറ്റില്ല കേട്ടാ. നീഡ് നോട്ട് ബി ട്രൂ ആയിരിക്കും. ഇറഡ്യൂസിബിൾ ആവണം നിർബന്ധമൊന്നുമില്ല. നീഡ് നോട്ട് ബി ട്രൂ ഓവർ സെറ്റ് പി. പക്ഷെ ഓവർ ക്യൂ ഇത് ഇറഡ്യൂസിബിൾ ആണ്. നമ്മളിത് പ്രൂവ് ചെയ്തിട്ടുമുണ്ട്. കിട്ടിയോ? അപ്പോൾ nth റൂട്ട്സ് ഓഫ് യൂണിറ്റി കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ nth റൂട്ട്സ് ഓഫ് യൂണിറ്റികൾ നമ്മൾ cos 2k pi by n പ്ലസ് അത് കണ്ടുപിടിച്ചാൽ മതി. അതിന്റെ ഫോം കിട്ടിയാൽ അറിയാമല്ലോ ക്യൂലുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലായോ? ഇനി അടുത്ത് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. റിസൾട്ട് എന്ന് പറയാൻ ഒരു തിയറമാണത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ nth സൈക്ലോട്ടോമിക് പോളിനോമിയൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പം അതിന് മുൻപായിട്ട് ഈ തിയറം പറഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോവാം കേട്ടോ. അപ്പം തിയറം എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ Galois group of nth cyclotomic extension of Q. Nth cyclotomic extension of Q. Galois group of nth cyclotomic extension of Q has എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്? 5 of n elements. 5 of n elements. അത് കൂടാണ്ട് ആൻഡ് ഈസ് ആ ഗ്രൂപ്പ് ആരോടാണ് ഐസോമോർഫിക് ആണെന്ന് പറയുകയാണ്. ആൻഡ് ഈസ് ഐസോമോർഫിക്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറാണത്. ആൻഡ് ഈസ് ഐസോമോർഫിക് ടു ദി ഗ്രൂപ്പ് consisting of all positive integers less than n and relatively prime to n. Okay, അപ്പോൾ Galois group of nth cyclotomic extension of Q എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് ദി പോളിനോമിയൽ എക്സ് റേസ് ടു n -1 ഓവർ Q അല്ലേ? അപ്പോൾ Galois ഗ്രൂപ്പ് ഓഫ് ദി nth സൈക്ലോട്ടോമിക് എക്സ്റ്റൻഷൻ ഓഫ് Q ഹാസ് 5 of n elements. 5 of n എന്ന് പറഞ്ഞാൽ അറിയാം, ഓയിലർ 5 ഫംഗ്ഷൻ, നമ്പർ ഓഫ് ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ n and relatively prime to n, and is isomorphic to that Galois group is isomorphic to the group consisting of all positive integers less than n and relatively prime to n under multiplication modulo n. മോഡുലോ അതറിയാലോ n. അപ്പോൾ nth സൈക്ലോട്ടോമിക് എക്സ്റ്റൻഷൻ ഓഫ് Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് എക്സ് റേസ് ടു n -1 ഓവർ Q അല്ലേ? Splitting field of this polynomial over Q എന്ന് പറയുന്നത് is the smallest field containing Q and all the zeros of this polynomial. The zeros of this polynomial എന്ന് പറഞ്ഞാൽ ആരാണ്? nth roots of unity. അതാണ് 1 ഒമേഗ സ്ക്വയർ എക്സെട്ര ഒമേഗ റൈസ് ടു n -1. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ? കോസ് 2 pi by n plus I sin 2 pi by n. ഒമേഗ is a generator of this group. K is equal to 1 കൊടുക്കുമ്പോൾ കിട്ടുക. ഇനി ബാക്കിയും ജനറേറ്റേഴ്സ് ഉണ്ട് കേട്ടോ. ബാക്കി ജനറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ? ഒമേഗ റേസ് ടു ആർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, GCD ഓഫ് R, n എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിന്റെ ജനറേറ്റേഴ്സ് ആണ് ആര്? പ്രിമിറ്റീവ് nth റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത്. അതായത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളുകൾ. കിട്ടിയല്ലോ? അപ്പോൾ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് ദിസ് പോളിനോമിയൽ ഓവർ Q എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് സ്മോളസ്റ്റ് ഫീൽഡ് കണ്ടെയ്നിങ് Q ആൻഡ് ഓൾ ദി സീറോസ് ഓഫ് ദിസ് പോളിനോമിയൽ. സീറോസ് ഓഫ് ദിസ് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ആയിരിക്കും 1 ഒമേഗ സ്ക്വയർ എക്സെട്ര ഒമേഗ. അപ്പോൾ ഇതിനെല്ലാം ചേർക്കുക എന്ന് പറഞ്ഞാൽ ആരെ ചേർത്താൽ മതി? Q ഓഫ് ഒമേഗ. സോ ദി സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് ദിസ് പോളിനോമിയൽ ഈസ് Q ഓഫ് ഒമേഗ. ഓക്കെ സോ ദി nth സൈക്ലോട്ടോമിക് എക്സ്റ്റൻഷൻ ഓഫ് ദിസ് പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ nth സൈക്ലോട്ടോമിക് എക്സ്റ്റൻഷൻ ഓഫ് Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q ഓഫ് ഒമേഗ.
കിട്ടിയോ? ക്യൂ. ഇനി ഇതൊരു ഗാൽവ ഗ്രൂപ്പ് ഫോം ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? ഇതൊരു നോർമൽ എക്സ്റ്റൻഷൻ ആവണം. നോർമൽ എക്സ്റ്റൻഷൻ ആണോ ഈ ക്യൂ ഓഫ് ഒമേഗ എന്ന് പറയുന്നത്? നോർമൽ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സെപ്പറബിൾ സ്പ്ലിറ്റിംഗ് ഫീൽഡ്. സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആണ് കിട്ടിയത്. സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓവർ ക്യൂ ആണ്, കാരണം ഇത് സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് ദിസ് പോളിനോമിയൽ ആണ്. സോ ഇറ്റ് ഈസ് എ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓവർ ക്യൂ. വാട്ട് അബൌട്ട് സെപ്പറബിലിറ്റി? ഈസ് ഇറ്റ് സെപ്പറബിൾ ഓവർ ക്യൂ? Yes, Q is a field of characteristic 0 and this is a finite extension of Q. So since this is a field of characteristic 0, it is a perfect field. So every finite extension is a separable extension. Since this is a finite extension of Q, what is the degree of, what is the dimension of Q of omega over Q? Degree of this polynomial, it is equal to n. So we can say that since Q is perfect and this is a finite extension of Q, we can say that this is a separable extension of Q. So Q of omega is a separable splitting field over Q. So what? It is a normal extension of Q. So you can form the Galois group G of Galois group of G of Q of omega over Q. കിട്ടിയോ? ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യാനുള്ളത്? ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്, അത് വേണമെങ്കിൽ കെ എന്ന് എടുത്തോളൂ. നിങ്ങൾക്ക് അത്ര ഒരു കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ഈ ക്യൂ ഓഫ് ഒമേഗ കെ എടുത്തോ. അപ്പോൾ പിന്നെ ജി ഓഫ് കെ ഓവർ ക്യൂ. ഇനി ഈ ഗാൽവ ഗ്രൂപ്പ് എന്താന്ന് പ്രൂവ് ചെയ്യണം? അതിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം? ഫൈ ഓഫ് എൻ എലമെന്റ്സ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം, അല്ലേ? ഫൈ ഓഫ് എൻ എലമെന്റ്സ് ആണ് ഈ ഗാൽവ ഗ്രൂപ്പിനകത്തുള്ളത് എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടി വരികയാണ്. കിട്ടിയല്ലോ? അപ്പൊ എങ്ങനെയാണ് ഫൈ ഓഫ് എൻ എലമെന്റ്സ് ആണ് ഇതിനകത്തുണ്ടെന്ന് നമുക്ക് കാണിക്കാൻ പറ്റുക? ജി ഓഫ് കെ ഓവർ ക്യൂവിനകത്ത് ഫൈ ഓഫ് എൻ എലമെന്റ്സ് ആണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് എങ്ങനെ കാണിക്കാൻ പറ്റുക? നോക്കാം കേട്ടോ. അപ്പൊ ജി ഓഫ് കെ ഓവർ ക്യൂ എന്നുള്ള ഗ്രൂപ്പ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നോക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് ജി ഓഫ് കെ ഓവർ ക്യൂ അബീലിയൻ ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് നോക്കാം. കിട്ടിയോ? അപ്പൊ ഇതിലെ രണ്ട് എലമെന്റ്സ് നോക്കുക. ഇതിൽ രണ്ട് എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓട്ടോമോർഫിസം ഓൺ ക്യൂ ലീവിങ്, ഓട്ടോമോർഫിസം ഓൺ കെ ലീവിങ് ക്യൂ ഫിക്സഡ്. കിട്ടിയോ? അപ്പൊ ഇതിലെ ഓട്ടോമോർഫിസം എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഒരു നിങ്ങളുടെ ടെക്സ്റ്റിലെ പോലെ തന്നെ എടുക്കാം. ടോ ആറ്, ടോ എമ്മും ടോ ആറും രണ്ട് എലമെന്റ്സ് ആണെന്ന് വിചാരിക്കുക. സോ ദേ ആർ ഓട്ടോമോർഫിസം ഓൺ കെ ലിവിങ് ക്യൂ ഫിക്സഡ്, അല്ലേ? അപ്പോൾ ടോ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഓട്ടോമോർഫിസം കെ ടു കെ ആയിരിക്കും. ഇതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക? ടോ ആർ ഓഫ് കെ എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് ക്യൂ ഓഫ് ഒമേഗ. ഇപ്പോൾ ഇവിടെ ഓട്ടോമോർഫിസം എങ്ങനെ ഡിഫൈൻ ചെയ്യുക? ആരുടെ ലീവിങ് ക്യൂ ഫിക്സഡ് ആണ്. അപ്പോൾ ആരുടെ മാത്രം നോക്കിയാൽ മതി? ഒമേഗയുടെ ഇമേജ് മാത്രം നോക്കിയാൽ മതി. ടോ ആർ ഓഫ് ഒമേഗ എങ്ങനെ മാപ്പ് ചെയ്താലാണ് അതൊരു ഐസോമോർഫിസം ആവുക? ഏതിലോട്ട് മാപ്പ് ചെയ്യണം? ടോ ആർ ഓഫ് ഒമേഗ എന്ന് പറയുന്നത് ഇതും എന്താണ്? ക്യൂ ഓഫ് ഒമേഗയാണ്, അല്ലേ? അപ്പൊ ഇതൊരു ഓട്ടോമോർഫിസം ആവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെ നമ്മൾ മാപ്പ് ചെയ്യിക്കേണ്ടത് ആരിലോട്ടാണ് മാപ്പ് ചെയ്യിക്കേണ്ടത്? അതിന്റെ കോൺജുഗേറ്റിലോട്ട് മാപ്പ് ചെയ്യിക്കണം, അല്ലേ? അപ്പൊ ഇതിന്റെ കോൺജുഗേറ്റിലോട്ട് നമുക്ക് എങ്ങനെയാണ് മാപ്പ് ചെയ്യിക്കുക എന്നുള്ളതാണ്. ഇതിന്റെ കോൺജുഗേറ്റ് ആരാ വരിക? ഇതിന്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഇതിന്റെ കോൺജുഗേറ്റ് ആരാണ്? ഒമേഗ എന്ന് പറയുന്നത് പ്രിമിറ്റീവ് nth റൂട്ട് ഓഫ് യൂണിറ്റി ആയിരുന്നു, അല്ലേ? പ്രിമിറ്റീവ് nth റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറയുമ്പോൾ അത് ഏത് ഇറഡ്യൂസിബിൾ പോളിനോമിയലിന്റെ 0 ആയിരുന്നു?
ഫൈ എൻ ഓഫ് എക്സ് ആയിരുന്നു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ അല്ലേ. ഫൈ എൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഐ ഇസ് ഈക്വൽ ടു 1 to ഫൈ ഓഫ് എൻ. ഇറഡ്യൂസിബിൾ ഒമേഗ ഓവർ ഒമേഗ എന്ന് പറഞ്ഞാൽ പ്രിമിറ്റീവ് nth റൂട്ട് ഓഫ് യൂണിറ്റി അല്ലേ. അപ്പൊ ഇതിന്റെ ഇറഡ്യൂസിബിൾ ഒമേഗ ഓവർ ക്യൂ എന്ന് പറയുന്ന ആരാ വരിക ഫൈ എൻ ഓഫ് എക്സ് അല്ലേ. എക്സ് റേസ് ടു n മൈനസ് 1 വരില്ല, കാരണം അതിനെക്കാട്ടിലും ചെറിയ പോളിനോമിയലാണ് ഇത് അല്ലേ. ഇതിന്റെ ഒരു 0 ആണ്. പ്രിമിറ്റീവ് nth റൂട്ട് എക്സ് മൈനസ് ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ, പ്രിമിറ്റീവ് nth റൂട്ട്സ് ഓഫ് യൂണിറ്റി ആണ്. ഇതൊരു പ്രിമിറ്റീവ് nth റൂട്ട് ഓഫ് യൂണിറ്റി ആണ്. കിട്ടിയോ? അപ്പൊ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഫോർ ഒമേഗ ഓവർ ക്യൂ എന്ന് പറഞ്ഞാൽ nth സൈക്ലോട്ടോമിക് പോളിനോമിയൽ. അതിന്റെ ഡിഗ്രി എന്താണെന്നറിയാം, ഫൈ ഓഫ് എൻ. കിട്ടിയില്ലേ? അപ്പൊ നോക്കൂ, അപ്പൊ ഈ ഇറഡ്യൂസിബിൾ പോളിനോമിയലിന്റെ സീറോസ് ആരൊക്കെയാ? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ദിസ് പോളിനോമിയൽ ഇസ് ഇറഡ്യൂസിബിൾ ഓവർ ക്യൂ എന്ന് പറഞ്ഞിരുന്നു. ഇതിന്റെ സീറോസ് ആരൊക്കെയാണ്? പ്രിമിറ്റീവ് nth റൂട്ട്സ് ഓഫ് യൂണിറ്റികളാണ്. അപ്പൊ ഇവിടെ ഒരു ഓട്ടോമോർഫിസം ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഒമേഗ ആരിലോട്ട് അതിന്റെ കോൺജുഗേറ്റിലോട്ടല്ലേ മാപ്പ് ചെയ്യുന്നത്. ഇതിന്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ആരാ വരിക? ഇതിന്റെ സീറോസ് എന്ന് പറയുമ്പോൾ പ്രിമിറ്റീവ് nth റൂട്ട്സ് ഓഫ് യൂണിറ്റി അല്ലേ. അപ്പൊ ഒമേഗ ഒരു പ്രിമിറ്റീവ്, അടുത്ത് എന്താ വരേണ്ടത്? ടോർ ഓഫ് ഒമേഗ എന്ന് പറയുന്നത് പ്രിമിറ്റീവ് nth റൂട്ട് ഓഫ് യൂണിറ്റി ആയിരിക്കണം. പ്രിമിറ്റീവ് nth റൂട്ട് ഓഫ് യൂണിറ്റി ഞാൻ പറഞ്ഞില്ലേ, 1 ഒമേഗ സ്ക്വയർ എക്സെട്ര ഒമേഗ റേസ് ടു n മൈനസ് 1 എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പാണ് അതിന്റെ ജനറേറ്റേഴ്സ്. അതിന്റെ ജനറേറ്റേഴ്സ് ഏത് ഫോമുലാന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ ടോർ ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ റേസ് ടു ആറ്. ആറിന്റെ പ്രത്യേകത എന്താ? GCD ഓഫ് R, N എന്ന് പറയുന്നത് 1 ആയിരിക്കണം. കിട്ടിയില്ലേ? അപ്പൊ നോക്കൂ, എന്ത് കിട്ടി? GCD ഓഫ് R, N അല്ല, ടോർ ഓഫ് ഒമേഗ റേസ് ടു ആറ്. അതേപോലെ നമുക്ക് ആരെയും ഡിഫൈൻ ചെയ്യാം, ടോ എമ്മിനെയും ഡിഫൈൻ ചെയ്യാം. ഒമേഗ റേസ് ടു എം കൊടുക്കാൻ GCD ഓഫ് M, N 1 ആവുന്ന രീതിയിൽ. ഇത് ആലോചിച്ചാൽ മതി. റെഡ്യൂസിബിൾ പോളിനോമിയൽ nth സൈക്ലോട്ടോമിക് പോളിനോമിയലാണെന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നോക്കാം നമുക്ക്. ടോ ആർ അബിലിൻ ആണോന്നല്ല ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2 എലമെന്റുകൾ ടോ ആറും ഇതെടുത്ത് ടോ എം. ടോ ആർ കോമ്പോസിഷൻ ടോ എം ഓഫ് ഒമേഗ എന്താ വരിക? ടോ ആർ ഓഫ് ടോ എം ഓഫ് ഒമേഗ അല്ലേ. ദിസ് ഇസ് ഈക്വൽ ടു ടോ ആർ ഓഫ് ഒമേഗ റേസ് ടു എം അല്ലേ. ദിസ് ഇസ് ഈക്വൽ ടു എന്താ? ഒമേഗ റേസ് ടു എം ഹോൾ റേസ് ടു ആറ് അല്ലേ. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഒമേഗ റേസ് ടു എം ആർ എന്ന് എഴുതാം. അതിനെ ഒമേഗ റേസ് ടു ആർ എം എന്ന് എഴുതാം. ഇതെന്ന് പറയുന്നത് എന്താ? ടോ ആർ ഓഫ് അല്ല, നമുക്ക് എങ്ങനെ കിട്ടേണ്ടത്? ടോ ആർ ഓഫ് ഒമേഗ റേസ് ടു എം ആർ ആണ് വരുന്നത് അല്ലേ. എം ഹോൾ റേസ് ടു ആറ്. അപ്പോൾ അതിന് നമുക്ക് എം ആർ എന്ന് എഴുതാം. ഇതിന് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? ടോ എം ഓഫ് ടോ ആർ ഓഫ് ഒമേഗ എന്ന് എഴുതാം അല്ലേ. ഇതിനെങ്ങനെ വേണമെങ്കിലും എഴുതാമല്ലോ. ടോ എം ഓഫ് ടോ ആർ ഓഫ് ഒമേഗ. അതും അത് തന്നെയല്ലേ വരിക? ചെയ്ത് നോക്കിയാൽ അത് തന്നെയല്ലേ വരുന്നത്. അപ്പോൾ ടോ ആർ ഓഫ് ടോ എം ഓഫ് ഒമേഗ ഈസ് ഈക്വൽ ടു ടോ എം ഓഫ് ടോ ആർ ഓഫ് ഒമേഗ. സോ ടോ ആർ കോമ്പോസിഷൻ ടോ എം ഈസ് ഈക്വൽ ടു ടോ എം കോമ്പോസിഷൻ. അപ്പോൾ കമ്മ്യൂട്ടേറ്റിവിറ്റി വന്നു അല്ലേ. അപ്പോൾ ഈ ഗ്രൂപ്പ് എന്തായാലും എന്താണ്? അബീലിയനാന്ന് കിട്ടി. ഈ ഗ്രൂപ്പല്ല, സോറി ഏത് ഗ്രൂപ്പാണ് നമ്മൾക്ക് കിട്ടിയത്? ഇതല്ല കേട്ടോ, ഇത് സൈക്ലിക് ഗ്രൂപ്പാണല്ലോ. നമ്മൾ ഏതാ പ്രൂവ് ചെയ്യാനുള്ളത്? ഈ ഗ്രൂപ്പ് G ഓഫ് K ഓവർ Q എന്ന് പറയുന്നത് അതിൽ 2 എലമെന്റ്സ് എടുത്തിട്ടല്ലേ ചെയ്തു തുടങ്ങിയത് ടോ ആർ. അപ്പൊ ഈ ഗ്രൂപ്പ് എന്താന്ന് കിട്ടി? അബീലിയനാന്ന് കിട്ടി. ഇതിൽ നമ്പർ ഓഫ് അബിലിയൻ ഗ്രൂപ്പാണ്. ഇതിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ട്? എത്ര ഓട്ടോമോർഫിസംസ് ഉണ്ടാവും? അറിയാം നിങ്ങൾക്ക് അല്ലേ? എത്ര ഓട്ടോമോർഫിസംസ് വരും? ടോ ആർ ഓഫ് ഒമേഗ റേസ് ടു ആർ ആണ്. റിലേറ്റീവ്ലി പ്രൈം ആവണം അല്ലേ. അപ്പൊ നമ്പർ ഓഫ് ഇൻറ്റിജേഴ്സ്, ഇതിന്റെ മീനിങ് എന്താ? നമ്പർ ഓഫ് ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ n ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു n. അത്രയും ആളുകൾ, അത്രയും ഓട്ടോമോർഫിസംസ് ഇവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റും നമുക്ക്. ഇതിനകത്തുണ്ട് അത്രയും ഓട്ടോമോർഫിസംസ് ഇതിനകത്തുണ്ട്.
സോ നമ്പർ ഓഫ് ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ എൻ ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അത് ഫൈ ഓഫ് എൻ അല്ലേ. അപ്പോൾ കാർഡിനാലിറ്റി ഓഫ് ജി ഓഫ്, കാരണം ഈ രീതിയിലുള്ള ഐസോമോർഫിക് കോൺജുഗേറ്റിലോട്ട് മാപ്പ് ചെയ്യണം. കോൺജുഗേറ്റ് പ്രിമിറ്റീവ് nth റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇതിന്റെ കോൺജുഗേറ്റ് വേറൊരു പ്രിമിറ്റീവ് nth റൂട്ട് ഓഫ് യൂണിറ്റി ആണല്ലോ. എങ്ങനെയാ പ്രിമിറ്റീവ് nth റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറയുമ്പോൾ ഇതിന്റെ ജനറേറ്റേഴ്സ് എൻ ഓർഡറിലുള്ള ഒരു സൈക്ലിക് ഗ്രൂപ്പാണ് ഇത്. ഇതിന്റെ നമ്പർ ഓഫ് ജനറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഫൈ ഓഫ് എൻ ജനറേറ്റേഴ്സ് ഉണ്ടാവും. ഒരു ജനറേറ്റർ ഒമേഗയാണെങ്കിൽ ബാക്കി ജനറേറ്റേഴ്സ് എങ്ങനെ കണ്ടെത്താം, അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ കാർഡിനാലിറ്റി ഓഫ് ജി ഓഫ് കെ ഓവർ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്, ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എൻ. ഓക്കെ, സോ ദിസ് ഗ്രൂപ്പ് ഹാസ് ഫൈ ഓഫ് എൻ elements and this is an abelian group. Okay, so this is isomorphic to a group containing positive integers less than n, and it is the this group is isomorphic to the group of all positive integers less than n and relatively prime to n under multiplication modulo n. കിട്ടിയോ? അപ്പോൾ അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് കേട്ടല്ലോ. അപ്പോൾ അത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിന്റെ ഒരു കൊറോളറി ആയിട്ട് വരുന്നുണ്ട് ഗാൽവ ഗ്രൂപ്പ് ഓഫ് pth സൈക്ലോട്ടോമിക് എക്സ്റ്റൻഷൻ. pth ഇത് എന്തല്ലേ പറഞ്ഞ n എന്ന് പറയുന്ന ഒരു പ്രൈമാണെന്ന് വിചാരിക്കുക. അതാണ് pth സൈക്ലോ, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. p എന്ന് പറയുന്നൊരു പ്രൈമാണ്. pth സൈക്ലോട്ടോമിക് എക്സ്റ്റൻഷൻ ഓഫ് q എന്ന് പറയുന്നത് ഇത് അബീലിനാന്നല്ലേ കിട്ടിയത്, ഇത് അബീലിനാന്നല്ലേ കിട്ടിയത്. അപ്പൊ പി പ്രൈം ആണെങ്കിൽ എന്നിന് പകരം പി പ്രൈം ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന ജി ഓഫ് കെ ഓവർ ക്യൂ എന്ന് പറയുന്നത് സൈക്ലിക് ആയിരിക്കും. ഇതിന്റെ ഓർഡർ ഫൈ ഓഫ് എൻ ആണ് കേട്ടോ, അതല്ലേ നമ്മൾ കിട്ടിയത്. ഇതാ കാർഡിനൽ ജി ഓഫ് കെ ഓവർ ക്യൂ ഈസ് സൈക്ലിക് ഇഫ് കെ ഈസ് the pth cyclotomic extension of Q. P എന്ന് പറയുന്ന പ്രൈം, pth cyclotomic extension of Q ആണെങ്കിൽ ജി ഓഫ് ഗാൽവ ഗ്രൂപ്പ് സൈക്ലിക് ആയിരിക്കും. അതുപോലെ അതിനകത്ത് p-1 എലമെന്റ്സ് ഉണ്ടാവും. കിട്ടിയോ? അപ്പൊ ഇതെങ്ങനെയാ പ്രൂവ് ചെയ്യുക? നിങ്ങളിപ്പോൾ പ്രൂവ് ചെയ്തു ജി ഓഫ് കെ ഓവർ ക്യൂ എന്ന് പറയുന്ന ഐസോമോർഫിക് ടു ദി ഗ്രൂപ്പ് കൺസിസ്റ്റിംഗ് ഓഫ് ഓൾ പോസിറ്റീവ് ഇന്റിജേഴ്സ് ലെസ് ദാൻ n and relatively prime to n. So by this proof we can say that this group is isomorphic to the group of positive integers less than n and relatively prime to n. Less than p and relatively prime to p. അപ്പോൾ ഏതാ ഗ്രൂപ്പ് ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ p and relatively prime to p 1 2 3 up to p-1 വരെ വരും അല്ലേ. ആക്ച്വലി ഇതാരത് സെറ്റ് പി സ്റ്റാർ, സെറ്റ് പിയിൽ നിന്ന് സീറോ ഒഴിവാക്കിയിട്ടുള്ളതാണ് സെറ്റ് പി സ്റ്റാർ അല്ലെ. സെറ്റ് പി സ്റ്റാറിനെ കുറിച്ച് നിങ്ങൾക്കറിയാലോ, സെറ്റ് പി ഒരു ഫൈനൈറ്റ് ഫീൽഡ് ആണ്. അപ്പോൾ സെറ്റ് പി സ്റ്റാർ മൾട്ടിപ്ലിക്കേഷൻ മോഡിലോ പി സെറ്റ് പി സ്റ്റാർ ഡോട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, സൈക്ലിക് ആണ്. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ, ഫൈനൈറ്റ് ഫീൽഡുകളുടെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു റിസൾട്ടാണ്. ഇത് സൈക്ലിക് ആയിരിക്കും അല്ലേ. അപ്പൊ ആക്ച്വലി ജി ഓഫ് കെ ഓവർ ക്യൂ എന്ന് പറയുന്ന ആളെ ഈ തിയറം പ്രകാരം ഐസോമോർഫിക് ടു എ ഗ്രൂപ്പ് കൺസിസ്റ്റിംഗ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ പി ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു പി. ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇതാണെന്ന് അറിയാം, പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ പി ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു പി എന്ന് പറയുമ്പോൾ ആ സെറ്റ് ഇതാണ് അതിൽ വരുന്നത് അല്ല. ആക്ച്വലി ഇത് സെറ്റ് പി സ്റ്റാർ ആണ്. സെറ്റ് പി സ്റ്റാർ ഡോട്ട് എന്ന് പറയുന്നത് സൈക്ലിക് ആണ്. സോ ദിസ് ഇസ് ഐസോമോർഫിക് ടു ദിസ് അല്ലേ. സോ ജി ഓഫ് കെ ഓവർ ക്യൂ ഈസ് സൈക്ലിക് ഇഫ് K is the pth cyclotomic extension of Q. കിട്ടിയോ? K pth cyclotomic extension of Q ആവുന്ന സമയത്ത് ഇത് സൈക്ലിക് ഗ്രൂപ്പ് ആയിരിക്കും. അതുപോലെ ഇതിന്റെ ഓർഡർ ഐസോമോർഫിക് ടു ദിസ് ആണെങ്കിൽ ഇതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ എത്രയാ p-1. കിട്ടിയോ? അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു റിസൾട്ട് കൊറോളറിയാണ് കേട്ടോ.